അഗ്നിസാക്ഷി. രചന പൗർണമി പുണർദം. സാറേ, കുറച്ചു നാൾ കൂടി ഞങ്ങളിവിടെ താമസിക്കാൻ അനുവദിക്കണം. ദയവ് ഇത് ഞങ്ങളോട് ഒരിത്തിരി കരുണ കാണിക്കണം. പ്രായപൂർത്തിയായ മകളുള്ള ഒരു അച്ഛന്റെ അപേക്ഷയാണ്. നിറഞ്ഞ കണ്ണുകൾ തോളത്തായി കിടന്ന തോർത്തുമുണ്ടുകൊണ്ട് അയാൾ ഒപ്പിയെടുത്തു. പ്രതീക്ഷയോടെ മറുവശത്തുള്ള വ്യക്തിയിലേക്ക് നോക്കിയ പടി നിൽക്കുകയാണ്. അതെന്താടോ വാസുദേവൻ, ഇപ്പൊ ഇങ്ങനൊരു ടോക്ക്? പറഞ്ഞുറപ്പിച്ച എമൗണ്ടിൽ നിന്നും ഒരൽപ്പം പോലും കുറയാതെ ഈ 8 കെട്ടിനും ഇത് നിലനിൽക്കുന്ന 1.5 ഏക്കർ പുരയിടത്തിനും കൂടി തന്നിട്ടല്ലേ ഞാൻ ഈ കച്ചവടത്തിനുള്ള ഡീൽ ഉറപ്പിച്ചത്. ഇപ്പോൾ ഇറക്കി വിടരുതെന്ന് പറഞ്ഞാൽ അതിലെന്ത് ന്യായമാണ് മിസ്റ്റർ വാസുദേവൻ? വിൽപ്പന കഴിഞ്ഞ ഭൂമിയിൽ പഴയ ഉടമസ്ഥൻ താമസിക്കുന്നത് ഇയാൾ ഇതിനു മുൻപ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സായിറാം നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. സർ, സാറി പറഞ്ഞ തുക എനിക്ക് മാത്രമായി ഉള്ളതല്ല. ഈ ഇല്ലവും ഇതുൾപ്പെടുന്ന 1.5 ഏക്കർ സ്ഥലവും 6 ഭാഗങ്ങളായിട്ടാണ് പോകുന്നത്. എന്റെ അവകാശം കിട്ടുന്ന പണം കൊണ്ട് വാടകയ്ക്ക് വീടെടുക്കാൻ പോലും കഴിയില്ല. അത്രയുമുണ്ട് എന്റെ ബാധ്യതകൾ. ആക്സിഡന്റ് പറ്റിയ മകനെയും സുഖമില്ലാത്ത ഭാര്യയും ചികിത്സിക്കാനുണ്ടായ കടമാണ്. എന്നിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാൻ മാത്രമേ ആയുള്ളൂ. കിടന്ന കിടപ്പിൽ നിന്ന് എണീപ്പിക്കാൻ ഇതുവരെയും കഴിഞ്ഞില്ല. ഇത്രനാളെ പറമ്പിൽ നിന്നുള്ള ആദായവും എന്റെ കുട്ടി നൃത്തം പഠിപ്പിച്ചു കിട്ടുന്ന വരുമാനവും കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചത്. മാറി തരില്ല എന്ന് പറയണില്ല. കുറഞ്ഞത് 2 മാസത്തെ കാലാവധിയെങ്കിലും തരണോ അങ്ങ്. വാസുദേവൻ തന്റെ മുന്നിലുള്ള വ്യക്തിയോട് കൈകൾ കൂപ്പി യാചിച്ചു. തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് എന്റെ മകന്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അതിനുവേണ്ടിയാണ് പരിഷ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പഴയ 8 കെട്ടും ഈ സ്ഥലവും ഒക്കെ വാങ്ങിയത്. നിങ്ങളുടെ മാത്രമല്ല, ഇതിനോട് ചേർന്നുള്ള മറ്റു പലരുടെയും കൂടെ ചേർത്ത് ഏകദേശം 10 ഏക്കറോളം ഭൂമി ഞങ്ങൾ വാങ്ങി. അവരൊക്കെ ഒഴിഞ്ഞു തന്നു. തന്റെ അവസ്ഥ മനസ്സിലാക്കുന്നു. എങ്കിലും ഉറപ്പ് പറയുന്നില്ല ഞാൻ. എന്റെ മകനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്തായാലും അവന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും അവസാന തീരുമാനം. അയാളുടെ അവസ്ഥയിൽ സഹതാപം തോന്നിയ സായിറാം അനുകമ്പയോട് പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് സർ. ഈ ജന്മം മുഴുവനും ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. സായിറാം പറയുന്നത് കേട്ട് ആശ്വാസം തോന്നിയ വാസുദേവൻ അദ്ദേഹത്തെ തൊഴുതുകൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞു. ആ വൃദ്ധന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർ തന്നെ പൊള്ളിക്കുന്നത് പോലെ സായിറാമിന് തോന്നി. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ ഫൈനൽ ഡിസിഷൻ എന്റെ മകന്റെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഹോപ്പ് വേണ്ട. ഞാൻ സംസാരിച്ചു നോക്കാന്നേ ഉള്ളൂ. അവനൊരു നോ പറഞ്ഞാല് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താണെങ്കിലും അവന്റെ തീരുമാനം ഞാൻ നിങ്ങളെ വിളിച്ചു പറയാം. ദെൻ ഓക്കെ, ബൈ. ഐ എം ലീവിങ്. സീ യു അഗെയിൻ. ആ വൃദ്ധനോട് പറഞ്ഞുകൊണ്ട് സായിറാം തന്റെ കയ്യിലായി ഊരിയിട്ടിരുന്ന ബ്ലേസർ എടുത്തണിഞ്ഞു. ശേഷം കൂടെ വന്ന ബ്ലാക്ക് കാറ്റ്സിന്റെ അകമ്പടിയോടെ യാത്ര തിരിച്ചു. വാസുദേവനിൽ വീണ്ടും ശുഭപ്രതീക്ഷകൾ നാമ്പിട്ടു. ആ വൃദ്ധന്റെ അവസ്ഥയിൽ സഹതാപം തോന്നിയ സായിറാം തന്റെ മകനോട് കാര്യങ്ങൾ സംസാരിക്കാനായി അവനെ വിളിച്ചു. ഓഫീസിൽ അത്യാവശ്യ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന നേരത്താണ് അവനെ തേടി അച്ഛന്റെ ഫോൺ കോൾ എത്തിയത്. ഒരു പുഞ്ചിരിയോടെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്ത് വെച്ചു. ഏയ് അജു, ക്യാൻ യു ഹിയർ മീ? ആർ യു ബിസി ദേർ ഓർ ഫ്രീ നോ മൈ സൺ? സായിറാം മകനോട് ചോദിച്ചു. ഏസ് ദാ വാട്സ്ആപ്പ്. ജോലിയിലായിരുന്നെങ്കിൽ കൂടി ഡാഡി എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കൂന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ അദ്ദേഹത്തോട് കാരണം തിരക്കി. ഞാനിന്ന് നമ്മുടെ റിസോർട്ട് പ്ലാനിലുള്ള സൈറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിരുന്നു. ഞാൻ നിനക്ക് ആ പ്രോപ്പർട്ടിയുടെയും മനയുടെയും ഒക്കെ വീഡിയോ സെൻഡ് ചെയ്തിരുന്നല്ലോ. ശ്രദ്ധിച്ചിരുന്നോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് പ്രോപ്പർട്ടി? ഈസ് ഇറ്റ് ആപ്റ്റ് ഫോർ യുവർ ഡ്രീം പ്രോജക്ട്? സായിറാം ആകാംക്ഷയുടെ മകനോട് ചോദിച്ചു. വാട്ട് എ ക്വസ്റ്റ്യൻ ഡാഡ്. എന്റെ ഇഷ്ടങ്ങളും മനസ്സും ഒക്കെ അറിയുന്ന ഡാഡിൽ നിന്നും ഇങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് ആ പ്രോപ്പർട്ടിയിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരുത്തണം. ടൂറിസം പർപ്പസ് ആയതുകൊണ്ട് അത്യാവശ്യം റെനോവേഷൻസ് ഒക്കെ നടത്തണം. പിന്നെ ആ പ്രോപ്പർട്ടി അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അജു ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിവെച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു.
മോനെ, ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് മോർ ദാൻ 100 ഇയേഴ്സ് പഴക്കമുണ്ടായി ഇല്ലത്തിന്. അത് റിനോവേഷനാണോ റീകൺസ്ട്രക്ഷൻ ആണോ നീ ഉദ്ദേശിക്കുന്നത്? സായി സംശയത്തോടെ ചോദിച്ചു. നോ ഡാഡ്, പൊളിക്കുന്നില്ല. റീബിൽഡ് ചെയ്താൽ അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി നഷ്ടപ്പെടും. ബട്ട് കുറച്ചുകൂടി ഫെസിലിറ്റീസ് ആഡ് ചെയ്യണം. പിന്നെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കണം. പിന്നെ അതിനോട് ചേർന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തണം. സോ ഓൺ. ആക്ച്വലി ഡാഡ്, എനിക്കവിടെ നേരിട്ട് പറ്റുമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം ഈ പ്രോജക്റ്റ് ചെയ്യാൻ. സോ ഇവിടെ കുറച്ച് അർജന്റ് വർക്ക്സ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വിത്തിൻ 1 മന്ത് ഞാൻ അവിടെ എത്തും. ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ പിന്നെ അഭി നോക്കൂല്ലോ. അർജുനന്റെ പ്ലാന് സായിറാമിനോട് പറഞ്ഞു. നീ വരൂന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കാണോ അതോ നിന്റെ ടീം ഉണ്ടാവുമോ? ഉത്തരം അറിയാമെങ്കിലും സായി വെറുതെ ചോദിച്ചു. അതിനു മറുപടിയായി അവൻ ഒന്ന് ചിരിച്ചു. നോ ഡാഡ്, ഞങ്ങൾ 4 പേരും ഉണ്ടാകും. ആദിത്യ നാരായൺ, ശിവജിത്ത് സത്യപ്രസാദ്, അഥർവ് രാജ് പ്രകാശ്. ഞങ്ങൾ ഒന്നിച്ചല്ലാതെ ഒരു പരിപാടിയില്ലെന്ന് ഡാഡിന് അറിയില്ലേ? അർജുൻ ലാപ്ടോപ്പ് സ്ക്രീനിൽ കാണുന്ന 8 മനയുടെ വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുകയാണ് അജു. എന്തോ ആ മന തന്നെ ആകർഷിക്കുന്ന പോലെ, ആരോ തനിക്കായി അവിടെ കാത്തിരിക്കുന്ന പോലെ, ഹൃദയത്തിലേക്ക് തുളച്ചു കയറും പോലെ ഒരു തോന്നൽ. ഈ ലോകത്തൊന്നും അല്ലാതെയുള്ള അവന്റെ ഇരിപ്പ് കണ്ടിട്ടാണ് ആദ്യം അങ്ങോട്ടേക്ക് വന്നത്. ഏയ് അജു, വാട്ട് ഹാപ്പൻ ഹിയർ? ഇരിപ്പ് കണ്ടിട്ട് ഈ ലോകത്തൊന്നും അല്ലാത്ത പോലെയാണല്ലോ. മനസ്സിൽ വല്ല അപ്സരസം കൂടി കയറിയോ? അർജുന്റെ കണ്ണുകൾക്ക് നേരെ കൈവീശിക്കൊണ്ട് ആദി അവനെ കളിയാക്കും പോലെ ചോദിച്ചു. ഏയ് നത്തിങ് ദാ. ഞാൻ ആ റിസോർട്ട് പ്രോജക്റ്റിന്റെ പ്രോപ്പർട്ടി ഒന്ന് സ്റ്റഡി ചെയ്യുമായിരുന്നു. ആദിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് വീണ്ടും കണ്ണുകൾ പായിച്ചുകൊണ്ട് അജു പറഞ്ഞു. സർപ്രൈസ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ അത് കാണിച്ചില്ലല്ലോ ഞങ്ങളെ. ഇനിയെങ്കിലും ഒന്ന് കാണിക്കജു. അതോ നേരിട്ട് മാത്രമേ കാണിക്കുന്നാണോ? അർജുന്റെ വാക്കുകളിൽ നിന്നും ആദിക്ക് കാണാൻ ആകാംക്ഷയേറി. അവൻ ഒരു കെർവോടെ പറഞ്ഞു. അവന്റെ പരിഭവത്തോടെയുള്ള വാക്കുകൾ അർജുനിൽ ഒരു ചിരി വിരിച്ചു. ലാപ്ടോപ്പ് ആദിയുടെ അടുത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് അജു ആ വീഡിയോ പ്ലേ ചെയ്തു. വയനാട്ടിലാണ്, ഫോറസ്റ്റിന്റെ അടുത്തായി. വീഡിയോ പ്ലേ ചെയ്യുന്ന കൂട്ടത്തിൽ സ്ക്രീനിൽ നിന്നും കണ്ണുയർത്താതെ തന്നെ അജു ആദിയോട് പറഞ്ഞു. പഴമയിലും പ്രൗഢിയോടെ നിൽക്കുന്ന മനയുടെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു. ആദ്യം ദൃശ്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. പ്രാചീന രീതിയിൽ നിർമ്മിച്ച ഒരു 8 മന. വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും കെട്ടിടത്തിന് പറയത്തക്ക അപാകതകളൊന്നും കാണുന്നില്ല. കൂടുതലും തടിയിലാണ് പണിതിരിക്കുന്നത്. വല്ലാത്തൊരു ഭംഗിയുണ്ട്. നഗരക്കാഴ്ചകൾ കണ്ടുമടുത്ത അവന്റെ കണ്ണുകൾക്ക് ആ മനയും ചുറ്റോടുമുള്ള പ്രകൃതിയും ഒരു പ്രത്യേക സുഖം പകർന്നു. ആദിയുടെ കണ്ണുകൾ സംതൃപ്തിയിൽ വിടർന്നു. ഒരു പോസിറ്റീവ് വൈബുണ്ടല്ലേ? കാവും കുളങ്ങളും. 2 കുളങ്ങളുണ്ട്, നിറയെ മരങ്ങളും കൽമണ്ഡപവും. വാവ്, ഒരു നൊസ്റ്റാൾജിക് ഫീലുണ്ട് അവിടെ. ഹെവൻലി ഫീൽ. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഇതൊക്കെ ധാരാളം മതി. അല്ല, നിനക്ക് എങ്ങനെ കിട്ടി ഈ ഒരു സ്പോട്ട്? അതും വയനാട്ടിൽ നിന്ന് നീ ഇങ്ങനെ കണ്ടുപിടിച്ചു? അത്ഭുതമൂറിയ മിഴികളോടെ ആദി അജുവിനോട് ചോദിച്ചു. ഡാ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ത്രൂ കിട്ടിയതാണ്. നിനക്കറിയാലോ അങ്ങനെ ഒരു പ്രോജക്റ്റ് എൻ്റെ മനസ്സിൽ എത്ര കാലമായിട്ടുള്ളതാണെന്ന്. കുറേ നാളായി ഇങ്ങനെയൊരു കേരള ട്രഡീഷണൽ ഹോം തപ്പി നടക്കുന്നു. സത്യത്തിൽ മനസ്സിനിണങ്ങിയ പോലെ ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഡാഡിയാണ് ബ്രോക്കേഴ്സ് വഴി കണ്ടെത്തിയതും എല്ലാം സെറ്റ് ചെയ്തതും. ടൂറിസ്റ്റ് ലൊക്കേഷനോട് ചേർന്ന് ട്രക്കിംഗ് ഒക്കെ ചേർത്ത് വൈൽഡ് ലൈഫ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലൊരു സ്പോട്ട്. എൻ്റെ മനസ്സ് ആഗ്രഹിച്ചതുപോലെ ഒരു പ്ലേസ്. ഞാൻ എൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മന ലക്കിന് കിട്ടിയതാണ്. പിന്നെ ചുറ്റുവട്ടത്ത് തന്നെ കുറച്ച് പ്രോപ്പർട്ടീസും. അതും അവരുടെ ബന്ധുക്കളുടെ ഒക്കെ തന്നെയാണ്. ഇനി ഇവിടെ കുറേ റിനോവേഷൻസ് ഒക്കെ നടത്തണം. അതിനു മുൻപ് ആ പ്രോപ്പർട്ടി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണം. എങ്കിലേ പ്ലാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ അറിയാനൊക്കൂ. അതിന് നമ്മൾ അവിടെ വേണം. നേരിട്ട് കാണിക്കാമെന്ന് കരുതിയാണ് നിങ്ങൾ 3 പേരെയും പ്രോപ്പർട്ടി കാണിക്കാതിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അജു ആദിയോട് തന്റെ മനസ്സിലെ പ്ലാൻസ് പങ്കുവച്ചു. എന്തായാലും ഇങ്ങനൊരു വീട് കിട്ടിയത് ലക്കാണ് മോനെ. ഇന്നത്തെ കാലത്ത്
ട്രഡീഷണൽ രീതിയിൽ ഒരു വീട്, അത് കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെയും ഇങ്ങനൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ പാടാകും. ഇതിപ്പോ നോക്ക്, പടിപ്പുരയും പത്തായപ്പുരയും കൽമണ്ഡപവും സർപ്പക്കാവും ഒക്കെയായി ഒരു ഹെവൻലി ലുക്കൊക്കെയുണ്ട്. ടൂറിസ്റ്റ് ഹോം മാത്രമല്ല, നമുക്ക് ഈ ബിസിനസിന്റെ സ്ട്രെസ്സിൽ നിന്നുമൊക്കെ ഒന്ന് റിലീസാകാൻ ആ മനസ്സ് സൂപ്പറാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ? മനിയുടെ വീഡിയോ കണ്ട ത്രില്ലിൽ ആദ്യം പറഞ്ഞു, ആ ഉടനെ പോണം. അതിനു മുമ്പ് ഇവിടുത്തെ വർക്ക്സ് ഒക്കെ ഒന്ന് നോക്കിയാക്കണം. അവിടെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യാനേ ഒക്കത്തുള്ളൂ. അജു പറഞ്ഞു. എനിക്ക് തോന്നി, ഇത്ര റൂറൽ ഏരിയ അല്ലേ, അപ്പൊ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതാകും ബെറ്റർ. അല്ലാതെ പോയി വരാനാണെങ്കിൽ നടക്കില്ല. പിന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് ഈ വർക്ക് പ്രഷറിൽ നിന്നൊക്കെ. ബെഡിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് ആദ്യം പറഞ്ഞു. പ്രൗഢിയോടെ നിൽക്കുന്നൊരു എട്ടുകെട്ട് തറവാട്, അവിടേക്ക് കുത്തനെ കിടക്കുന്ന പടവുകൾ, അനായാസം ഓടിക്കയറുകയാണവൾ. അവളുടെ ശരീരത്തിന്റെ ചലനത്തിനൊപ്പം നിതംബം മറിഞ്ഞു കിടക്കുന്ന സമൃദ്ധമായ മുടിയും ചലിക്കുന്നുണ്ട്. ധൃതിയിൽ പടവുകൾ കയറി വന്ന് മുറ്റത്തെ ടാപ്പിൽ മുഖം കഴുകി മുഖമൊന്ന് ഉയർത്തി നോക്കിയപ്പോഴാണ് പൂമുഖത്തുള്ള ചാരിക്കസേരയിൽ കിടന്നുകൊണ്ട് വിജനതയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകിയിരിക്കുന്ന അച്ഛനെ അവൾ കാണുന്നത്. കക്ഷി ഇങ്ങനെയൊരാൾ വന്നതുകൂടി അറിഞ്ഞിട്ടില്ല. നല്ല ചിന്തയിലാണ് തോന്നല്ലോ. അവളൊരു കുസൃതിയോടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പിന്നിൽ നിന്നും പൊത്തിപ്പറഞ്ഞു. അവളുടെ നനഞ്ഞ കൈപ്പടത്തിന്റെ തണവ് അയാളുടെ കണ്ണിൽ പടർന്നു. അച്ഛയുടെ ദേവുട്ടി ഇന്ന് നേരത്തെയാണല്ലോ. എന്തേ ഇത്ര നേരത്തെ? മുഖത്തെ ആകുലതകൾ ഒളിപ്പിച്ചുകൊണ്ട് പതിവിലും നേരത്തെ വന്നവളോട് അദ്ദേഹം വാത്സല്യത്തോടെ തിരക്കി. ഓ, അപ്പൊ എന്റെ വാസുക്കുട്ടിന് സ്ഥലകാല ബോധമൊക്കെ വന്നോ? ഞാൻ വന്നപ്പോ വലിയ ചിന്തയിലായിരുന്നല്ലോ. എന്താണാവോ ഇത്ര ഗഹനമായിട്ട് ആലോചിക്കാൻ? അവൾ കളിയായി പറഞ്ഞു. അവളുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അദ്ദേഹം ഒന്ന് ചിരിച്ചു. പഠിപ്പ് മുടക്കുമായിരുന്നു വെച്ചാ ഇന്ന് കോളേജിൽ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിലെ ആദികൾ അറിയുന്നവൾ പിന്നീട് ഒന്നും ചോദിക്കാൻ നിൽക്കാണ്ട് പറഞ്ഞു. ഓ, അപ്പോഴെന്റെ കുട്ടി കഴിച്ചിട്ടുണ്ടാകില്ലല്ലോ. കുഞ്ഞു പോയി വല്ലതും എടുത്ത് കഴിക്കും. വാസുദേവൻ അവിടെ നെറുകെ തലോടി. അല്ല, അച്ഛൻ കഞ്ഞി കുടിച്ചിരുന്നോ? അമ്മയ്ക്കും ഏട്ടനും കൊടുത്തോ? അവൾ അദ്ദേഹത്തോട് തിരക്കി. അവർക്ക് രണ്ടാൾക്കും കൊടുത്തു കുട്ടി, എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അദ്ദേഹം കുറച്ച് വേദനയോടെ പറഞ്ഞു. എന്തേ ഇപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നാണ്ടിരിക്കാൻ? എന്തോ കാര്യമുണ്ടല്ലോ. വയ്യായിക വല്ലതും ഉണ്ടോ? അവൾ ആദ്യയോടെ തിരക്കി. ഏയ്, വയ്യായിക ഒന്നും ഇല്ല എന്റെ കുട്ടി. പിന്നെ ഇന്ന് നമ്മുടെ ഇല്ലം വാങ്ങിയ ആളില്ലേ, സായിറാം, ആളിവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ കഴിക്കാൻ തോന്നിയില്ല. അദ്ദേഹം ആശങ്കയോടെ പറഞ്ഞു. അത് കേൾക്ക് ദേവൂലും ഭയന്നറിഞ്ഞു. പണം കൈപ്പറ്റിയതാണ്. മറ്റൊരു പാർപ്പിടം കണ്ടെത്താൻ സാവകാശം തന്നതുമാണ്. പക്ഷേ മന വിറ്റ് കിട്ടിയതിൽ ഇനി ഒരു പൈസ പോലും അവശേഷിക്കുന്നില്ല. അത്രയും ഉണ്ടായിരുന്നു ഒടുങ്ങാത്ത കടം. ഇനിയും തീർന്നിട്ടില്ല. ഡെപ്പോസിറ്റും അഡ്വാൻസും ഒന്നുമില്ലാതെ ആര് വീട് തരാനാണ്? എന്തേ പറഞ്ഞേ? ഉടനെ ഇറങ്ങണമെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? അയാൾ അച്ഛനോട് ദേഷ്യപ്പെട്ടോ? അച്ഛൻ കുറച്ചുകൂടി സാവകാശം ചോദിക്കാൻ പാടില്ലായിരുന്നു. നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നത് പോലെ ഒരു കുഞ്ഞു വീട് കിട്ടും വരെയെങ്കിലും. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴേക്കും അവളുടെ മനസ്സിൽ നിറഞ്ഞത് തളർന്നു കിടക്കുന്ന രണ്ടുപേരുടെ മുഖങ്ങളാണ്. അവളുടെ പ്രിയപ്പെട്ട ഏട്ടന്റെയും അമ്മയുടെയും. ഞാൻ നമ്മുടെ അവസ്ഥ പറഞ്ഞ് അദ്ദേഹത്തോട് കുറച്ച് സാവകാശം ചോദിച്ചു. അദ്ദേഹം മോശമായി ഒന്നും പറഞ്ഞില്ല മോളെ. അദ്ദേഹത്തിന്റെ മകൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടി സമ്മതിച്ചില്ലച്ച എന്ത് ചെയ്യുന്നോർത്തൊരു പിടിയും കിട്ടണില്ല. രണ്ട് വയ്യാത്ത ജന്മങ്ങളെയും കൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു, എങ്ങനെ ജീവിക്കുന്നു, ഒരു വഴിയുമില്ലല്ലോ എന്റെ മഹാദേവ്. അദ്ദേഹം വിഷമത്തോടെ പറയുന്നത് കേട്ട് ദേവുവിനും സങ്കടം വന്നു. അച്ഛൻ വിഷമിക്കണ്ട, അങ്ങനെ മഹാദേവൻ നമ്മളെ കൈവിടില്ല. പിന്നെ അവരിറങ്ങാൻ പറഞ്ഞാലും ജീവിച്ചല്ലേ ഒക്കൂ. നമുക്ക് എവിടെയെങ്കിലും ഒരു കിടക്കാടൊക്കെ ആകും. അതൊക്കെ പറ്റൂന്നേ. ഭഗവാൻ നമ്മളെ അങ്ങനെ കൈവിടില്ല. ഭഗവാനെ നിത്യവും പൂജ ചെയ്യുന്ന ദാസനെ അദ്ദേഹം അങ്ങനെ കൈവിടുമോ? എന്റെ അച്ഛൻകുട്ടി ഇങ്ങോട്ട് വാ, നമുക്കിനി വല്ലതും കഴിച്ചിട്ടിനി ബാക്കി ആലോചിക്കാം. ദേവുവിന്റെ വാക്കുകൾ അദ്ദേഹത്തിൽ പ്രതീക്ഷ നൽകി. ഇല്ല, എന്റെ മഹാദേവൻ എന്നെ കൈവിടില്ല.
അയാൾ മനസ്സിൽ പുലുമ്പിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഓഫീസിൽ നിന്നും വന്ന ശേഷം രാത്രിയായപ്പോഴാണ് അജുവിനോട് വാസുദേവൻ പറഞ്ഞ കാര്യം സംസാരിച്ചില്ലല്ലോ എന്ന ചിന്ത സായിറാമി വന്നത്. അദ്ദേഹം വേഗം അജുവിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ആ സമയത്ത് വന്ന ഡാഡിയുടെ കോൾ അജുവിൽ ലേശം ഭയം സൃഷ്ടിച്ചു. അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, മോനെ അജു. ആ, എന്താ ഡാഡി ഈ സമയത്ത്? അജു പരിഭ്രമത്തോടെ തിരക്കി. ഏയ്, പേടിക്കാനൊന്നുമില്ല മോനെ. ഞാൻ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു. അത് പറയാനാ വിളിച്ചത്. സായി അവനോട് സൗമ്യമായി പറഞ്ഞു. അർജുനി സമാധാനം നിറഞ്ഞു. പറയൂ ഡാഡ്, എന്താ എന്നോട് പറയാനുള്ളത്? അവൻ സംശയത്തോടെ ചോദിച്ചു. നമ്മുടെ ആ റിസോർട്ട് പ്രോപ്പർട്ടി താമസിക്കുന്ന ഒരു ഫാമിലി ഇല്ലേ, അവര് കുറച്ച് ടൈം കൂടി നൽകുമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ മോനോട് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്തു പറയണം അവരോട്? സായിറാം ഒന്നും മടിച്ചിട്ടാണെങ്കിലും അർജുനോട് ചോദിച്ചു. നമ്മൾ അവർക്ക് പേയ്മെന്റ് എല്ലാം കൊടുത്തതല്ലേ, പിന്നെ അവരെ അവിടെ താമസിപ്പിക്കേണ്ട ആവശ്യം എന്താ? അജു സായിറാമിനോട് മറു ചോദ്യം എറിഞ്ഞു. അല്ല മോനെ, സത്യത്തിൽ അവരുടെ അവസ്ഥ വളരെ കഷ്ടാ. അതൊരു ജോയിന്റ് പ്രോപ്പർട്ടി ആയിരുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു ചെറിയ എമൗണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതും കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും തളർന്നു കിടക്കുക. പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അവരവിടെ താമസിക്കട്ടെ എന്നതാ എൻ്റെ അഭിപ്രായം. സത്യത്തിൽ അവരെ ഇറക്കിവിടാൻ എനിക്ക് നല്ല വിഷമമുണ്ട്. സായിറാം വാസുദേവിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ അജുവിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒപ്പം അവന്റെ മറുപടി കാതോർത്തുകൊണ്ട് നിന്നു. കഥ വായിച്ച അഭിപ്രായം പറയണേ. പുതിയ കഥയാണ്. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ.